ലോകകപ്പിൽ ഒരു ഓവറിൽ 6 സിക്സ് ഒരു ബാറ്റർ നേടുകയാണെങ്കിൽ അത് ആരായിരിക്കും? ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആരുടെ പേരിലായിരിക്കും? ടൂർണമെന്റ് താരമാകാൻ പോകുന്നത് ഏത് താരമായിരിക്കും? ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഇതിന് എല്ലാത്തിനും ഭൂരിപക്ഷം പേർക്കും ഒരു ഉത്തരമാണ് ഉണ്ടായിരുന്നത്: അഭിഷേക് ശർമ്മ എന്ന പേര് തന്നെ. ഈ ടൂർണമെന്റിന് തീ പിടിപ്പിക്കുന്ന താരം ആരായിരിക്കുമെന്ന ഡിസ്കഷനിൽ ഇന്ത്യയിലെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെയും മുൻ താരങ്ങളും ഇതിഹാസങ്ങളും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതും അഭിഷേകിനെ തന്നെ. അഭിഷേക് ഈ ടൂർണമെന്റിൽ തൂക്കി അടിക്കുന്നതിൽ സംശയം ഉന്നയിച്ചിട്ടുള്ളത് പാക് മുൻ താരങ്ങൾ മാത്രമാണ്. ആ സംശയം ഉന്നയിക്കൽ ഇന്ത്യയോടുള്ള റൈവൽറിയുടെ ഭാഗം മാത്രമായിരുന്നു. അഭിഷേകിൽ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ കരിയർ കണക്കുകൾ തന്നെയാണ്. ലോകകപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം അവസാനിച്ച ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലും അഭിഷേക് എരിഞ്ഞു കത്തുകയായിരുന്നു. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ആദ്യ പന്ത് മുതൽ അതിർത്തി കടത്തിയുള്ള താരത്തിന്റെ ഫിയർലെസ് ബാറ്റിംഗിന് ബൗളർമാരുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. ഈ കലണ്ടർ വർഷത്തിലും കഴിഞ്ഞ കലണ്ടർ വർഷത്തിലുമെല്ലാം ഇന്ത്യയുടെ റൺ സ്കോറർ പട്ടികയിൽ മുന്നിലുള്ള താരങ്ങളിൽ ഒരാളായ അഭിഷേക് തന്നെയാണ് ഏറെക്കാലമായി ICCയുടെ T20 റാങ്കിങ്ങിലും ഒന്നാമതുള്ളത്. 891 പോയിന്റുള്ള അഭിഷേകിന് അടുത്തൊന്നും ഒരാളില്ല. രണ്ടാമതുള്ള ഇംഗ്ലണ്ടിന്റെ ഫിൽ സാൾട്ടിനുള്ളത് 808 പോയിന്റ് മാത്രം. എന്നാൽ ഈ കണക്കുകളെല്ലാം ലോകകപ്പിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെതർലാൻഡിനെതിരെയുള്ള മത്സരത്തിലും ഡക്കായതോടെ ഈ ലോകകപ്പിൽ അഭിഷേകിന്റെ വട്ടപൂജ്യം 3 എണ്ണമായി. ഒരു മത്സരത്തിൽ അസുഖബാധിതനായി കളിച്ചില്ല എന്നത് കൂടി ചേർത്താൽ ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ട് തീരുമ്പോൾ ഒരൊറ്റ റൺസ് പോലും സ്കോർ ബോർഡിൽ ചേർക്കാനായില്ല എന്നത് അവിശ്വസനീയ ഫിഗറാണ്. അവസാനം കളിച്ച 8 മത്സരങ്ങളിൽ 5-ലും 0 എന്നത് മറ്റൊരു വസ്തുത. ദക്ഷിണാഫ്രിക്കയുമായുള്ള സൂപ്പർ 8 മത്സരത്തിൽ താരത്തെ പുറത്തിരുത്തുമോ അതോ ഫോം വീണ്ടെടുക്കാൻ സമയം കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഇനി മുന്നിലുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഫോമിലേക്ക് ഉയരാൻ കെൽപ്പുള്ള അഭിഷേകിൽ വിശ്വാസം അർപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിലും അവസരം കാത്ത് സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലെ മോശം പ്രകടനത്തിൽ ലോകകപ്പിലെ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായെങ്കിലും നമീബിയക്കെതിരായ മത്സരത്തിൽ അഭിഷേക് അസുഖബാധിതനായി പുറത്തിരുന്നപ്പോൾ കിട്ടിയ അവസരത്തിൽ 8 പന്തിൽ നിന്ന് 22 റൺസ് നേടി സഞ്ജു തിരിച്ചുവരവിന്റെ സൂചന നൽകിയിരുന്നു. കിവികൾക്കെതിരെ 5 മത്സരങ്ങളിൽ നിന്ന് 46 റൺസ് മാത്രം നേടിയ സഞ്ജു വിമർശിക്കപ്പെടുന്ന പോലെ 3 മത്സരങ്ങളിൽ നിന്ന് 1 റൺസ് പോലും ഇല്ലാത്ത അഭിഷേക് വിമർശിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇരുവരുടെയും കരിയർ ഗ്രാഫിലെ വ്യത്യാസമാകും ഒരുപക്ഷെ കാരണം. ഏതായാലും അഭിഷേകിന്റെ ഫോം ഔട്ട് ഇനിയുള്ള ബിഗ് മാച്ചുകളിൽ ഇന്ത്യക്ക് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പുറത്ത് ഇഷാൻ കിഷൻ അസാധ്യ ഫോമിലായതുകൊണ്ട് മാത്രമാണ് ടീമിനെ അത് അത്ര ബാധിക്കാത്തതും. ഇതിനകം തന്നെ 4 മത്സരങ്ങളിൽ നിന്ന് 200-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ 176 റൺസ് ചേർത്തിട്ടുണ്ട് ഇഷാൻ. അഭിഷേകിനൊപ്പം തിലക് വർമ്മയുടെ ബാറ്റിംഗും തലവേദനയാകുന്നുണ്ട്. റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും മെല്ലെ പോക്കാണ് പ്രശ്നം. പരിക്കിൽ നിന്നും മുക്തനായി എത്തിയ താരത്തിന് തന്റെ സ്വത്വസിദ്ധമായ ശൈലിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്നലെ 27 പന്തിൽ 31 റൺസാണ് താരം നേടിയത്. 120-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുമ്പോൾ ടോട്ടൽ സ്കോറിനെ അത് ബാധിക്കുന്നുമുണ്ട്. ബാക്കി ഒരുവിധം എല്ലാ സ്ലോട്ടുകളിലും താരങ്ങൾ പ്രതീക്ഷക്കൊത്ത് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ശിവം ദ്യൂബെ പ്രതീക്ഷയ്ക്കും മേലെയാണ് സംഭാവന ചെയ്യുന്നത്. റിങ്കുവിന് ബാറ്റിംഗിൽ കൂടുതൽ അവസരം കിട്ടുന്നില്ലെങ്കിലും ഫീൽഡിംഗിൽ കസറുന്നുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമിലുണ്ടായിരുന്ന ആശങ്കയും ഒഴിഞ്ഞുപോയി. ബൌളിംഗിലും കാര്യങ്ങളെല്ലാം ശുഭം. വരുൺ ചക്രവർത്തി സ്പിൻ നിരയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ബുംറയുടെ കീഴിൽ പേസ് നിരയും ശക്തം. നെതർലാൻഡിനെ തോൽപ്പിച്ചതോടെ ആധികാരികമായി തന്നെയാണ് ഇന്ത്യ സൂപ്പർ 8 പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവരാണ് ഇന്ത്യയുടെ എതിരാളികൾ. 3-ൽ 2 മത്സരം ജയിച്ചാൽ തന്നെ സെമിയിലേക്ക് മാർച്ച് ചെയ്യാം. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് സെമി കടക്കാൻ മറ്റ് വെല്ലുവിളികളില്ല.